ഹലോ മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാമിനേഷന്റെ ടൈം ടേബിൾ എല്ലാം മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് മക്കളുടെ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത്, സാറേ ഏതൊക്കെ ചാപ്റ്ററിനാ പ്രധാനമായിട്ടും ക്വസ്റ്റ്യനുകൾ വരുന്നത്? ഫസ്റ്റ് ടൈമിലെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും സാറേ, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്? ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളുടെ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം നമുക്ക് ആക്ച്വലി അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ഓണപരീക്ഷ എഴുതി അതേ പാറ്റേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ജിയോഗ്രഫി, ഹിസ്റ്ററി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരുപോലെ തന്നെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 20% ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ 40 മാർക്കിന്റെ 20% എന്ന് പറഞ്ഞ സമയത്ത് 8 മാർക്ക് അല്ല, 10 മാർക്കോളമുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. കാരണം നമ്മുടെ ഓപ്ഷണൽ ക്വസ്റ്റ്യനുകളും കൂടെ നോക്കുന്ന സമയത്ത് ഏകദേശം 50 മാർക്കിന്റെ മുകളിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണാം. അപ്പൊ 50 മാർക്കിന്റെ മുകളിൽ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു 10 മാർക്കോളം ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ബാക്കിയുള്ള മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഏകദേശം 40 മാർക്കോളം വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല സെക്കൻഡ് ടേമിന്റെ ഭാഗത്ത് നിന്നായിരിക്കും. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ അവർ ഗവൺമെന്റ് വരെയായിരുന്നു ഫസ്റ്റ് ടേമിൽ ചോദിച്ചിരുന്നത് എങ്കിൽ ആൻഷ്യൻ തമലകം, റീഡിംഗ് മാപ്പ്, എക്കണോമിക് തോട്ട്സ്, ടുവേർഡ്സ് ഗാംഗറ്റിക് പ്ലെയിൻ, ഫ്രം മക്കത ടു താനേശ്വർ ആൻഡ് ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്. ഈ ചാപ്റ്ററുകളാണ് സെക്കൻഡ് ടേമിലേക്ക് എൻ്റെ മക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും ആദ്യത്തിനുള്ള ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമ്മൾ കാണുന്നത്. സോ ഈ ചാപ്റ്ററുകൾ നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിക്കണം, റെഫർ ചെയ്യണം. അതേസമയം നമ്മുടെ ഏർലി ഹ്യൂമൻ ലൈഫ്, ദ റിവർ വാലി സിവിലൈസേഷൻ, ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്, അവർ ഗവൺമെന്റ്, ഈ 4 ചാപ്റ്ററുകൾ ഒഴിവാക്കാനുള്ളതല്ല. അത് നമ്മുടെ ഫസ്റ്റ് ടേമിലെ ഭാഗമാണ്. ഇവിടുന്ന് 10 മാർക്കോളം ചോദ്യങ്ങൾ ആക്ച്വലി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല, പക്ഷെ ഇതിനൊരു വെയിറ്റേജ് കുറച്ചു കൊടുത്തുകൊണ്ട് അതേസമയം ഏറ്റവും കൂടുതൽ നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഏതിനാണ്, സെക്കൻഡ് ടേമിലെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്കാണ്. സോ എൻ്റെ മക്കളെ മിസ്സാക്കരുത്. നിങ്ങൾക്ക് സ്കൂളിലെ പ്രോഗ്രാംസുകളും അതുപോലെ തന്നെ ആർട്സുകളും പരിപാടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ചാപ്റ്ററുകൾ മിസ്സായിട്ടുണ്ടായിരിക്കും. നോട്ടുകൾ പലതും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിനുള്ളതാണ് ആക്ച്വലി ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. ഈ ചാനലിൽ നിങ്ങൾ നേരെ താഴോട്ടൊക്കെ പോയി നോക്കിയാൽ മതി. ഇവിടെ പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ പ്ലേലിസ്റ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കുള്ള എല്ലാ ചാപ്റ്ററുകളും ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ ഡൗട്ട് ഉണ്ട്, പേടിക്കേണ്ട. ആ സ്പെസിഫിക് ഏരിയയൊക്കെ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കോണ്ടന്റ് വീഡിയോകളുണ്ട്. സോ മക്കൾ ആരും തന്നെ ഇതൊന്നും മിസ്സാക്കാതെ കൃത്യമായിട്ട് പഠിക്കുക. NMMS എക്സാമിനേഷൻ ഇതേ സമയത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വേണം. 9-ാം തീയതി NMMSന്റെ എക്സാമിനേഷൻ നടക്കും. 11-ാം തീയതിയോടുകൂടെ ഏത് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ NMMSന് എഴുതുന്നു എന്ന് കരുതിയിട്ട് ക്രിസ്മസ് എക്സാമിനേഷൻ മാർക്ക് കുറയാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് ഈ ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക, അടിപൊളിയായിട്ട് മാറുക. A+ തന്നെ എൻ്റെ എല്ലാ മക്കളും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, ബൈ.